ഇവിടുത്തെ നോട്ടെന്ന് വിളിച്ചേ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ നോട്ടുകളാണ് കേട്ടോ. 1000, 2000 നോട്ടുകൾ ഞാൻ വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ മുട്ട മേടിക്കാൻ വന്നിരിക്കുകയാണ് സിറ്റിയിൽ. മുട്ട മേടിക്കാൻ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് വന്നാണ് ഗൈസ്. എന്നിട്ട് ഇവർ എൻ്റെ പൈസക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കുന്നു. ക്യാരറ്റ് ഇത് ക്യൂട്ട്നെസ് എടുക്കുക. ചിക്കൻ അപ്പാടെ കിട്ടുന്ന മത്സ്യങ്ങളാണ്. ഇത് മത്സ്യത്തിന്റെ ഷർദിൽ. ഇതാണ് ഞങ്ങളുടെ ഫിഷ്, നല്ല ഉണക്കൽ ഫിഷ്. ഇത് മത്തിയല്ലേ? മത്തിയാണ് കഴിച്ചത്. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്ന മത്തി. അല്ല മത്തിയല്ലേ, ഇത് ചൂട. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കൊഞ്ച, ചാള, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രഷ് മീനുകൾ. മീൻ നമ്മൾ നാട്ടിൽ മുറിച്ച് കളയുന്ന സാധനമാണ്. അതിനൊക്കെ ഭയങ്കര റേറ്റാണ്. മുട്ട എങ്ങനെ മേടിക്കാൻ നമുക്ക് ലാഭം? മുട്ട എങ്ങനെ മേടിക്കുന്ന ലാഭം പറയൂ. ഇത് എത്ര ദിവസത്തേക്കാ? അത് കൂടിയ മുട്ട, അതെടുക്കും. നിങ്ങൾ കൂടിയ മുട്ടയല്ലേ എടുക്കണ്ടേ? പ്രോട്ടീൻ റിച്ച്. ടിപ്പിക്കൽ മലയാളി പിള്ളേരാകുന്നു. ഈ പ്ലാസ്റ്റിക് ആകുമ്പോൾ റേറ്റ് കൂടുകൂടി. റേറ്റ് കൂടുതലാ ഈ പ്ലാസ്റ്റിക് കോട്ടാകുമ്പോൾ റേറ്റ് കൂടും. അതുകൊണ്ട് ഇവർ എടുക്കുന്നില്ല ഗൈസ്. കുറഞ്ഞ മുട്ട. ഇത് വേണ്ട, യോഗട്ട് ഡിഗ്രി നമ്മുടെ സ്ഥിരം സാധനം ഏതായിരുന്നു? അത് വേണ്ട, അത് മറ്റേ ആൽപ്പൻലീവിൻ്റെ ടേസ്റ്റ്. ഞങ്ങൾക്ക് വലിയ കുപ്പി എടുക്കാം. എന്തായാലും എടുക്കില്ലേ? 8000 രൂപ. ഇവിടെ റേറ്റ് ഉണ്ടോ നിങ്ങൾ എല്ലാത്തിൻ്റെ? 680. ഇതെല്ലാം ട്രാംസാണ്. 300, 400. നമ്മളെന്താണ് മേടിച്ച് 5000 രൂപയായിട്ടുണ്ട് നമ്മുടെ സാധനം. കോക്കോ പൗഡർ. ഐസ്ക്രീം മേടിച്ചില്ലേ? വേണം വേണം. മദ്യത്തിൻ്റെ റേറ്റ് ഉണ്ട്. നമ്മളങ്ങനെ ബില്ലിംഗ് കൗണ്ടർ ഇട്ട്. ഇതാണ് ബില്ലിംഗ് കൗണ്ടർ. ഇവിടുത്തെ നോട്ടെന്ന് വിളിച്ചേ. 1200.
എഗ് മേടിച്ചിരിക്കുകയാണ് ഗൈസ്. എഗ്. താങ്ക് യു അല്ല സിറ്റി. ബൈ. ഗുഡ് നൈറ്റ്.